ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 78. ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ. ഹരി ഓം. ഹരി ഓം. 605-ാമത്തെ നാമം ശ്രീധഃ. തൻ്റെ ഭക്തന്മാർക്ക് എല്ലാവിധ ഐശ്വര്യത്തെയും ദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ശ്രീധഃ. 606-ാമത്തെ നാമം ശ്രീശഃ. ശ്രീയുടെ ഈശൻ, ഐശ്വര്യത്തിൻ്റെ അതിദേവൻ. കാരണം ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി ഭഗവാന്റെ മാറിടത്തിലാണ് വസിക്കുന്നത്. അതിനാൽ ഭഗവാൻ ആ ഐശ്വര്യ ദേവതയുടെ ഈശനാണ്, ഇരിപ്പിടമാണ്. അതാണ് ശ്രീശഃ. 607-ാമത്തെ നാമം ശ്രീനിവാസഃ. തന്നിൽ അനന്യഭക്തിയുള്ള ശ്രീമത്തുക്കളായിട്ടുള്ള ശ്രീമാന്മാർ എന്നാൽ ഭക്തന്മാർ, അനന്യഭക്തന്മാരായിട്ടുള്ള ആളുകളിൽ ഭഗവാൻ എന്നും നിവസിക്കുന്നു. അവർക്ക് അവരുടെ കൂടെയുള്ളതായി അനുഭവിക്കുന്നു. എല്ലാവരിലും ഭഗവാൻ തന്നെയാണുള്ളത്. പക്ഷേ അനന്യഭക്തരായ ആളുകൾക്ക് അത് അനുഭവമാകുന്നു. ഭഗവാൻ തൻ്റെ കൂടെയുണ്ടെന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു. അങ്ങനെ അവരുടെ കൂടെയുള്ളവനായി അവർക്ക് തോന്നിപ്പിക്കുന്ന, അവരുടെ കൂടെ തന്നെയുള്ള ആ ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് ശ്രീനിവാസഃ. 608-ാമത്തെ നാമം ശ്രീനിധിഃ. സർവശക്തിമയനായ ഭഗവങ്കൽ സകല ശ്രീകളും എല്ലാ ഐശ്വര്യങ്ങളും ഈ ലോകത്തിൽ നമുക്ക് ഉണ്ടാകാൻ അല്ലെങ്കിൽ നമുക്ക് നേടേണ്ടതായിട്ടുള്ള എല്ലാ സിദ്ധികളും ഭഗവാനിൽ അവിടെ നിദാനം ചെയ്യുന്നു. അവിടെ ശ്രീക്ക് ഇരിപ്പിടമായിട്ടിരിക്കുന്നു എന്നതിനാൽ ശ്രീനിധിഃ. 609-ാമത്തെ നാമം ശ്രീ വിഭാവനഃ. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ആ ഒരു സമൃദ്ധികളെ, ശ്രീയെ വിഭാവനം ചെയ്യുന്നു, ഉണ്ടാക്കിക്കൊടുക്കുന്നവൻ ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് ശ്രീ വിഭാവനഃ. 610-ാമത്തെ നാമം ശ്രീധരഃ. സർവലോക ജനനിയായ ആ പരാശക്തിയെ, ശ്രീ ഭഗവതിയെ മാറിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ശ്രീധരഃ. ശ്രീകരഃ. 611-ാമത്തെ നാമം തന്നെ സ്മരിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യുന്ന ഭക്തന്മാർക്ക് ശ്രീയെ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഭഗവാൻ തന്നെ മുൻകൈയെടുക്കുന്നു എന്നതിനാൽ ഭഗവാൻ ശ്രീകരഃ. 612-ാമത്തെ നാമം ശ്രേയഃ. ഒരിക്കലും നാശമില്ലാത്ത സുഖപ്രാപ്തിയാകുന്നു ശ്രേയസ്. ആ ശ്രേയസ്സായിട്ട് സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ശ്രേയഃ. അതുകൊണ്ട് ഭഗവാനെ അറിയണം എന്നുള്ള ആ ഒരു മാർഗം, അതാണ് ശ്രേയോ മാർഗം. ആ മാർഗത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ പരമമായ ആനന്ദത്തെ ലഭിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ ശ്രേയോ മാർഗത്തിലൂടെ എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം ഭഗവാനാണ് എന്നതിനാൽ ശ്രേയഃ. 613-ാമത്തെ നാമം ശ്രീമാൻ. ഭഗവാൻ വിഭൂതി യോഗത്തിൽ, ഭഗവത്ഗീതയിലുള്ള വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഈ ലോകത്തിൽ എന്തൊക്കെ ശ്രേഷ്ഠകരമായിട്ടുള്ള വിഭൂതികൾ, അതായത് അഭിവൃദ്ധി അല്ലെങ്കിൽ ശ്രീ ഐശ്വര്യം എല്ലാം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എന്തുണ്ടോ അതൊക്കെ ഭഗവാനാണ് എന്നും അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സകലവിധ ശ്രീകളും ഉള്ളവൻ ശ്രീമാൻ. 614-ാമത്തെ നാമം ലോകത്രയാശ്രയഃ. 3 ലോകത്തിനും എന്ന് പറയുമ്പോൾ അത് 14 ലോകങ്ങളുമായിട്ടാണ് പറയുന്നത്. ആ ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും ഒരേ ഒരു ആശ്രയം ഭഗവാൻ മാത്രമാണ് എന്നതിനാൽ ലോകത്രയാശ്രയഃ. ഹരി ഓം.